അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ റയ്യാൻ ഉസ്താദിൻ്റെ ക്ലാസ്സാണ് കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ വിഷയം കണക്ക് കൊണ്ട് തെളിയാത്ത ചില രോഗങ്ങൾ എന്നാണ് സബ്ജക്റ്റ്. രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലിലും മറ്റ് ചികിത്സാ രീതികൾ തേടിയിട്ട് പോലും രോഗത്തിൻ്റെ കാരണം എന്താണെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ രോഗങ്ങളെ തൊട്ട് നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് കേൾക്കാനും പഠിക്കാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വീട് നിർമ്മാണം ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായി ഞാൻ അതിന് ഭൂമിയാണ് വാങ്ങാറുള്ളത്. അതല്ലെങ്കിൽ അവകാശമായി കിട്ടുന്ന ഭൂമി. ആ അവകാശമായി കിട്ടുന്ന ഭൂമിയിൽ വീട് നിർമ്മിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ആ ഭൂമി ഉത്തമ ഭൂമിയാവാൻ ആവശ്യമായ കാര്യങ്ങളിലുള്ള ചർച്ചകളാണ് രാവിലെ നടക്കുന്നത്. ഇന്ന് നമ്മളൊക്കെയും ഭൂമി വാങ്ങും, വീട് കാച്ചും. താമസം തുടങ്ങുമ്പോ പലജാതി രോഗങ്ങളും പ്രയാസങ്ങളും വരും. എന്നാൽ പല രോഗങ്ങളും പലവരുടെയും കണക്ക് കൊണ്ട് തെളിയുന്നില്ല. എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണക്ക് കൊണ്ട് തെളിയാത്ത ചില രോഗങ്ങൾ, അതാണ് ഇന്നത്തെ വിഷയം. ഉത്തമ ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ സാധാരണക്കാരും അല്ലാത്തവരൊക്കെയും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ശബ്ദം ഓർക്കല്ലേ. എന്റെ ഇടയിൽ ക്ലാസ് ഒന്ന് കുറച്ചു ദിവസം മുടങ്ങിയപ്പോ ഉസാറൊക്കെ തേക്കണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിയാക്കി എടുക്കണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യാം. കണക്ക് കൊണ്ട് തെളിയാത്ത ചില രോഗങ്ങൾ. നമുക്ക് ചില രോഗങ്ങളുണ്ട്, പക്ഷെ ഒരു കണക്കേറ്റും അത് തെളിയുന്നില്ല. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ അവകാശം കിട്ടിയ ഭൂമി, അതിൽ വീട് കാച്ചി, താമസം തുടങ്ങി, കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോ എന്തൊക്കെ ചില അസ്വസ്ഥതകള്, വിട്ടുമാറാത്ത ശരീരവേദന, വിട്ടുമാറാത്ത തലവേദന, എപ്പോഴും ഒരു മാനസികമായ ടെൻഷൻ, എന്തോ ഒരു ബേജാറ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെയും ഉണർത്തിയതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർമാരെ കാണിക്കും, സ്കാനിങ് എടുത്തു, രക്തം പരിശോധിച്ചു, പലജാതി ടെസ്റ്റുകൾ നടത്തി, ശരീരവേദനയുടെ കാര്യം മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മള് കണക്കോക്കുന്ന ചില ആൾക്കാരടുത്ത് പോയി. കണക്കോക്കുന്ന ആൾക്കാരടുത്ത് പോകുമ്പോ അവരുടെ ഇസ്ലാമിക വശങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതിലേക്കല്ല ഇപ്പൊ കടക്കുന്നത്. അവരുടെ കണക്ക് കൊണ്ടും രോഗത്തിന്റെ ലക്ഷണം മനസ്സിലാവുന്നില്ല. ഇത് എന്റെ ഈ ക്ലാസ് ഇപ്പോൾ നേരിട്ട് കേൾക്കുന്ന, ഇനി ഗ്രൂപ്പിലൂടെയോ യൂട്യൂബിലൂടെയോ മറ്റു സംവിധാനങ്ങളിലൂടെയോ വേറെ ഏതെങ്കിലും സമയങ്ങളിലും സന്ദർഭങ്ങളിലുമായി കേൾക്കുന്നവരോടൊക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇത് പലവർക്കും അനുഭവമല്ലേ? ഡോക്ടർമാരെടുത്ത് പോയി പല ജാതി ടെസ്റ്റ് നടത്തിയിട്ട് കാരണമൊന്നും വ്യക്തമാകുന്നില്ല. പിന്നെ നമ്മൾ കണക്കോക്കുന്ന ആൾക്കാരെടുത്ത് പോയി, കണക്കോക്കുന്ന ആൾക്കാരെടുത്ത് പോയാൽ പലപ്പോഴും അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. എന്താ നിങ്ങൾ വിട്ടുമാറാത്ത വേദന, അതല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന, അല്ലെങ്കിൽ എന്താ ഒരു മാനസികമായ ടെൻഷൻ, അതിന് ഓരോ കണക്കേ തരും. അത് ബ്രഹ്മരക്ഷസിന്റെ ഒരു ചൊല്ലുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞത്
ഒന്നും കൂടി സൂചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ ധരിപ്പിക്കാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് എത്താൻ വേണ്ടി മുമ്പ് പറഞ്ഞത് ഒന്നും കൂടി സൂചിപ്പിക്കാം. അത് ബ്രഹ്മരക്ഷസിന്റെ ഷർവാണ്. അതുകൊണ്ടാണ് ശരീരത്തിന് എപ്പോഴും വേദന. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആരോ നിങ്ങൾക്ക് എന്തോ ചെയ്തതാണ് അല്ലേ. ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്ന് പറയട്ടെ, ഇന്ന് വരെ ആരുടെയെങ്കിലും മടുക്ക പോയിട്ട് എന്റെ വോയിസ് കേൾക്കുന്നവരോടാ ഞാൻ ചോദിക്കുന്നത്. ഒരു കണക്കൊക്കെ ആളെടുത്ത് പോയിട്ട് അയാളെ കണക്ക് കൊണ്ട് അപൂർവമായിട്ട് എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. 99% ആൾക്കാരും അതൊന്നിരിക്ക ബ്രഹ്മരക്ഷസിന്റെ ഷർവാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശൈത്താന്റെ ഷർവാണ്, അതല്ലെങ്കിൽ ആരാങ്ങൾക്ക് സിഹർ ചെയ്തതാണ്, അല്ലെങ്കിൽ വൈക്കണ്ണ് കണ്ട് പേടിച്ചതാണ്. ഇതായിരിക്കും കാരണം അല്ലേ. ഐത്തുസിയം അല്ലെങ്കിൽ സ്വരാജുക്ക മിക്ക ആൾക്കാർ കണക്കോക്കി പറഞ്ഞ കാരണങ്ങൾ ഇതല്ലേ. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അവകാശമില്ലാത്ത ഭൂമി നിങ്ങൾ കയ്യേറിയിട്ടുണ്ട്? ഒന്നും ഞാൻ അറിയിച്ചാ നിങ്ങൾ ഇതൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്ക് ഞാൻ അതാ പറഞ്ഞത്, ഉത്തമ ഭൂമി എന്ന് പറയുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നിങ്ങളെ രോഗത്തിന് ഭൗതികമായ ചികിത്സകളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആത്മീയമായി എന്ന് പറയുന്ന ചില സൽസമാത്തും അല്ലെങ്കിൽ അതുപോലത്തെ ചികിത്സാ രീതികളും നമ്മൾ അവലംബിക്കുമ്പോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇത് എന്താണ് നിങ്ങളെ അവകാശമില്ലാത്ത ഭൂമി കയ്യേറിയിട്ടുണ്ട്? എന്റെ ക്ലാസ് കേൾക്കുന്നവർ ആരെങ്കിലും, ഞാൻ അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് ഞാൻ നല്ല ആത്മീയ നേതാക്കന്മാരാകുന്ന മഹാന്മാരാകുന്ന ആളുകൾക്ക് പോയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. സാധാരണ കണക്കോക്കിയിട്ട് രോഗത്തിന്റെ കാരണം പറയുന്ന ആൾക്കാരെ കുറിച്ചാണ്. സാധാരണ ഈ കണക്കുണ്ടല്ലോ, ഉമ്മാന്റെ പേരും വല്യമ്മാന്റെ പേരും എല്ലാവരും പാടെ വെച്ചിട്ട് കണക്കോക്കിയിട്ട് രോഗത്തിന്റെ കാരണങ്ങൾ പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ രോഗത്തിന്റെ കാരണം അവകാശമില്ലാത്തത് കയ്യേറിയ ഒരു ഭൂമിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവകാശമില്ലാത്ത ഒരു പൈസ കൊണ്ട് വാങ്ങിയ ഭൂമിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവകാശമില്ലാത്ത ഒരു കാശ് കൊണ്ടാണ് നിങ്ങൾ വീട് കയറ്റിയിട്ടുള്ളത്, ആ ഒരു വേദനിപ്പിച്ച വേദന നിങ്ങൾ ആരെയോ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവകാശമില്ലാത്ത ഭൂമികൾ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ ശരീരത്തിന് വേദന വന്നത് ഏതെങ്കിലും കണക്കന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? അത് പറയണമെങ്കിൽ ഫിഖ് കണ്ട് തിരിയണം. ഫിഖ് തിരിയുന്ന ഒരാളൊക്കെ ചെല്ലുമ്പോ എങ്ങനെ ഈ ഭൂമി എവിടെ ഈ വീട് കയറ്റിയത്, വീട് കയറ്റിയ സ്ഥലം അതൊക്കെ വാപ്പാന്റെ അവകാശമായി കിട്ടിയതാ. അൽഹംദുലില്ലാ. അതിന്റെ ഇടയിലൊന്ന് സൂചിപ്പിക്കാം, നമ്മുടെ ക്ലാസിന്റെ ഒരു ഗുണങ്ങൾ നോക്കി. ഇന്നലെ തിരൂർ ഭാഗത്തുള്ള ഒരു സുഹൃത്ത, അദ്ദേഹം സൗദിയാനോ UAE എനിക്ക് വിളിക്കുന്നു. ഞാനൊരു വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉസ്താദെ, എനിക്ക് ഒരു പ്ലാന് ശരിയാക്കി തരണം. ഞാനൊരു പ്ലാന് ശരിയാക്കിയിട്ടുണ്ട്, അത് ഉസ്താദിനെ അയച്ചുതരാം. ഞാൻ അതിലെന്തെങ്കിലും കുഴപ്പമെന്തെങ്കിലും ഉസ്താദ് പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാട്ടോ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, അവകാശം കിട്ടിയ ഭൂമിയല്ല. അപ്പൊ അതുകൊണ്ട് ഇനി അവകാശം കിട്ടിയ ഭൂമിയിൽ അവകാശമില്ലാത്തത് കടന്നുകൂടിയ വിഷയമല്ല. ഞാൻ എന്റെ ആ സുഹൃത്ത് ഈ സമയത്ത് ചിലപ്പോ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അവകാശം കിട്ടിയ ഭൂമിയാവട്ടെ, കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാവട്ടെ, കാശ് കൊടുത്ത് വാങ്ങുമ്പോ ഈ കാശ് നമുക്ക് അവകാശപ്പെട്ടാണ് ചിന്തിക്കണ്ടേ. ഞാൻ ഇടയിലൊന്നും നടത്തി, നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇത് അവകാശമില്ലാത്ത കാശ് കൊണ്ട് വാങ്ങിയ ഭൂമിയാണ്, ആരെയോ വേദനിപ്പിച്ച ഭൂമിയാണ്, എനിക്ക് അവകാശമായി കിട്ടിയ ഭൂമിയാണെങ്കിൽ തന്നെ ഇതിൽ എനിക്ക് എന്തില്ല, അവകാശമില്ല, അനക്ക് അവകാശമില്ലാത്ത ഭൂമിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ശരീരത്തിന്റെ വേദന വന്നത്, അത് എനിക്ക് തെളിയിക്കാൻ പറ്റും.
മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച ഒരു ഭൂമിയിൽ നമ്മൾ വീട് കാട്ടി താമസിക്കുമ്പോ ശരീരത്തിന് വേദന വരും. അത് സ്കാനിങ് കൊണ്ട് തിരിയില്ല. കണക്ക് നോക്കി ഇമ്മാന്റെയും വല്യമ്മാന്റെയും പേര് വെച്ച് അബ്ജദോ ജുമലുൽ കബീറോ ജുമലുൽ സഗീറോ നിങ്ങൾക്ക് തിരിഞ്ഞോ നിൽക്കറിയില്ല. പൈസ ചെയ്യാം. എന്റെ ഉസ്താദ് അതിന്റെ ഇടയിൽ ഇംഗ്ലീഷ് പറഞ്ഞ് ജുമലുൽ കബീറും ജുമലുൽ സഗീറും അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഏത് കണക്ക് വെച്ച് നോക്കിയാലും എന്താവൂല, ചിലപ്പോ ഇത് തെളിയില്ല. അത് തെളിയണമെങ്കിൽ എന്ത് വേണമെന്നോ, ഫിഖ് കറക്റ്റ് സ്വത്തവകാശത്തിന്റെ ഫിഖ്ഹിയായ മസ്അലകള്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ട സ്വത്ത്, അല്ലെങ്കിൽ അവനവൻ ചെയ്യുന്ന ബിസിനസ് അവർക്ക് ഓരോരുത്തർക്കും ഹലാലായതാണോ ഹറാമായതാണോ എന്നൊക്കെ മനസ്സിലാകുമ്പോഴാണ് പലവർക്കും ഒരു ബോധ്യപ്പെടുക. ഞാനൊരു ചെറിയ പോയിന്റ് പറയാം. അന്നൊക്കെ എല്ലാ ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കണം. ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകൾ ഇന്ന് പല ബിസിനസ്സുകളിലും കച്ചവട പീഠകളിലും നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അല്ലേ? നമ്മുടെ കേരളത്തിലെ ബേക്കറി ആയാലും ഹോട്ടലായാലും സൂപ്പർ മാർക്കറ്റ് ആയാലും അല്ലെങ്കിൽ ഷവർമ കച്ചവടമായാലും എല്ലാത്തിലും നിൽക്കുന്നത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ബംഗാളികളോ യു പിക്കാരോ പക്ഷെ തമിഴ്നാട്ടിലോ. എന്നിട്ട് ഈ പാവങ്ങൾ എന്ത് ചെയ്യും? 15 ദിവസം, 1 മാസം, 2 മാസക്കും ജോലി ചെയ്യും. എന്നിട്ട് ഇവർ നാട്ടിൽ പോകുമ്പോ മുതലാളി എന്താ ചെയ്യുന്നതിനറിയോ? മുതലാളി 2 മാസം നിന്നിട്ട് ഈ പാവ നാട്ടിൽ പോകുമ്പോ 1 മാസത്തെ ശമ്പളം കൊടുക്കുക. ബാക്കി വരുമ്പത്തേരെ നമ്മൾ ചിന്തിക്കണ്ടേ, ഇത് എവരോ ബംഗാളിൽ കിടക്കുന്ന ഏതോ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയാണ്. ഓ എനിക്ക് 2 മാസം ജോലി ചെയ്തിട്ടുണ്ട്, ഓ നാട്ടിൽ പോവുകയാണ്. വല്ല കാരണവശാലും അവൻ, നല്ല ശ്രദ്ധിക്കണങ്ങള്, വല്ല കാരണവശാലും അവൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഓ പണിയെടുത്ത 1 മാസത്തെ പൈസ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ പാവത്തിന്റെ കണ്ണീര് കുടിപ്പിക്കണ്ട. ഇത് 2 മാസമാണ് അല്ലെങ്കിൽ 1 മാസമാണ് ജോലി ചെയ്തിട്ടുള്ളത്, അതിന്റെ പൈസ എന്നാ ഇനി വരാൻ വേണ്ടിയിട്ട് നമ്മള് പൈസ കൊടുക്കാതിരിക്കുക. അത് നമ്മൾ ചില കച്ചവടക്കാർ ചെയ്യുന്നതാ. തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പൈസ ഫുള്ള് അല്ലെ ഇല്ലേ? ആ സ്വഭാവമില്ലേ? എന്ത് ഇവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പൈസ ഫുള്ള് കൊടുക്കാതിരിക്കുക, അങ്ങനെ നിബന്ധന ഉണ്ടോ? ഇവന്റെ ജോലി ചെയ്ത ശമ്പളം അവർക്ക് കൊടുക്കണ്ടേ? അങ്ങനെ എത്ര കച്ചവടം നടത്തുന്ന മുതലാളിമാര് പാവപ്പെട്ടോളം മുതല് കൈവശം വെച്ചിട്ട് പിന്നെ ഓൻ പെരകേറ്റിന കാശിട്ട. നല്ല ആലോചിക്കണം. ഇത് ഉമ്മാരും വല്യമാരും പേര് വെച്ച് ജുമലുൽ കബീറും ജുമലുൽ സഗീറും നോക്കിയാലേ ഇത് തിരിയില്ല. ഇത് ബംഗാളിൽ കിടക്കുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ 1 മാസത്തെ ശമ്പളം പിരിച്ചു വെച്ചിട്ട് ആ പാവം പിന്നെ ജോലിക്ക് തിരിച്ചു വന്നിട്ടില്ല. ആ പാവം മനസ്സിലിങ്ങനെ കരുതുന്നുണ്ടാവും, എന്റെ മുതലാളി 1 മാസത്തെ ശമ്പളം പിരിച്ചു വെച്ചു, എനിക്ക് തന്നില്ല. അതോ ആ കാശ് നമ്മൾ കൂട്ടിയിട്ട് പെര കയറ്റുമ്പോ ആ കാശ് കൂട്ടിയിട്ട് നമ്മൾ സ്ഥലം വാങ്ങുമ്പോ നല്ലോണം ആലോചിക്കണം. ഇത് നിങ്ങൾക്ക് കണക്കേറ്റ് തെളിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം. കണക്ക് കൊണ്ട് തെളിയാത്ത ചില രോഗങ്ങൾ അത് കണക്കേറ്റ് തെളിയില്ല. ഞമ്മക്കെന്നും ശരീരത്തിൽ വേദനയില് പെരയില് പാർക്കുമ്പോ കണക്കന്റെ എത്തു പോയപ്പോ കണക്കം പറഞ്ഞത് അത് ബ്രഹ്മരക്ഷസിന്റെ ഷെറാണ്. ബ്രഹ്മരക്ഷസിന്റെ ഷെറുള്ള ഭൂമിയിൽ താമസിച്ചാല് രക്തം കുറയും. ശരീരത്തിൽ രക്തം കുറയുമ്പോ എന്താവും? ശരീരത്തിന് വേദന വരുന്ന് അല്ല. അങ്ങനെ ഉണ്ടോ ഇല്ലേന്ന് അത് വേറെ ചർച്ച. ബ്രഹ്മരക്ഷസിന്റെ ഷെറുണ്ടോ? ബ്രഹ്മരക്ഷസിന്റെ ഷെറുണ്ടെങ്കിൽ ശരീരത്തിലെ രക്തം കുറയോ, അത് കാരണം വേദന വരുമോ, അത് വേറെ ചർച്ച. അത് ഭൂമി വാങ്ങിയിട്ട് നമുക്ക് പറയാം. ഭൂമി വാങ്ങിയതിന് ശേഷം പറയാം. ഇപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്ന ഭൂമിന്റെ കാശിനെ കുറിച്ചും അവകാശം കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇത് കണക്കേറ്റ് തെളിയോ? വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഭൂമി വാങ്ങുമ്പോ ആ ഭൂമി ഉത്തമ ഭൂമിയാവണം.
ആ ഭൂമി ഉത്തമ ഭൂമിയാകേണ്ടത് പ്രധാനമായും ഇസ്ലാമികമായി നമുക്ക് അവകാശപ്പെട്ട ഭൂമിയാവുക. അതല്ലെങ്കിൽ ഇസ്ലാമികമായി നമുക്ക് അവകാശപ്പെട്ട ഭൂമി കൊണ്ട് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിയ ഭൂമിയാവുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഞാൻ ഒരു കാര്യം പറയാം. ഒരു വ്യക്തി ഇത് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ കണക്കൊക്കെ കൊണ്ട് ഇത് ബോധ്യപ്പെടൂല, അല്ലെങ്കിൽ സ്കാൻ ചെയ്തത് കൊണ്ട് ബോധ്യപ്പെടൂല, രക്തം പരിശോധിച്ചത് കൊണ്ട് ഈ രോഗത്തിന്റെ കാരണം ബോധ്യപ്പെടൂല. കാരണം ബോധ്യപ്പെടണമെങ്കിൽ നമ്മളൊന്ന് കുറച്ച് പിന്നോട്ടത് ചിന്തിക്കണം. ഇതെനിക്ക് അവകാശം കിട്ടിയ ഭൂമിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നാലിന്റെ ബിസിനസ് നടത്തി കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിയ ഭൂമിയാണ്. ഞാൻ ആ ബിസിനസ് നടത്തുമ്പോ എത്ര ആളെ വേദനിപ്പിച്ചിട്ടുണ്ട്, എത്ര ആൾക്ക് ശമ്പളം കൊടുക്കാതെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, എത്ര ആൾക്കാരെ ഓവർ ടൈം പണിയെടുപ്പിച്ചിട്ട് പൈസ കൊടുക്കാതെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവകാശം കിട്ടിയ ഭൂമിയാണെങ്കിൽ എന്റെ പല പെങ്ങന്മാരെയും കണ്ണീര് കുടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ എന്റെ അയൽവാസിയുടെ അതിരു തർക്കം പറഞ്ഞു എന്റെ അയൽവാസിയുടെ അടുക്കൽ നിന്ന് എന്താണ് 1 ഇഞ്ച് ഭൂമി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ വാങ്ങി എന്റെ ഭൂമിയിലേക്കാക്കി വളപ്പ് കെട്ടി മതില് കെട്ടി അല്ലെങ്കിൽ അതിരിട്ടുണ്ടാക്കിയ ഭൂമി. ഇത് നമ്മള് കണക്കൊണ്ട് കിട്ടൂല. നമ്മൾ എന്ത് വേണം? നമ്മള് വാങ്ങിയ ഭൂമിയിലേക്ക്, അതിനു വേണ്ടി സമ്പാദിച്ച പൈസയിലേക്ക്, അല്ലെങ്കിൽ അവകാശം വെക്കുമ്പോഴുള്ള വക്കാനും ഭർത്താനും, അല്ലെങ്കിൽ അതിന് നിശ്ചയിക്കുമ്പോഴുള്ള വക്കാനും ഭർത്താനും, അതൊക്കെ ഒന്ന് ആലോചിക്കണം. ഒരാളുടെ അടുക്കൽ ശ്രദ്ധിക്കുക, ഒരാളുടെ അടുക്കൽ വരിക, നല്ലൊരു ഉസ്താദിന്റെ അടുക്കൽ ഒരാൾ വരിക, അയാളുടെ ശരീരത്തിൽ എന്നും വേദന. എല്ലാം ശ്രദ്ധിച്ചോളി. ഏതോ ഒരു ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ശരീരത്തിൽ എന്നും വേദന, പല ജാതി ചികിത്സയും ചെയ്തു. അങ്ങനെ ഒരു ഉസ്താദിന്റെ അടുക്കൽ ചെന്നു. അയാൾ ഉസ്താദിന് അറിയുന്ന പല മരുന്നുകളും പറഞ്ഞു കൊടുത്തു, മരുന്നും വിക്റും ഔറാദും ദുആയും എല്ലാം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ചെയ്യ്, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരും. പക്ഷെ ഇയാളുടെ വേദന മാറുന്നില്ല. ഇയാളുടെ ശരീരത്തിലെ, ഈ രോഗിയുടെ ശരീരത്തിലെ വേദന മാറുന്നില്ല. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞത്രേ, എന്തേ പറഞ്ഞത്? നിങ്ങളെ ഭൂമി, നിങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ കാര്യത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോന്ന് എല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ കാര്യത്തില് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോ ഇയാൾക്കത് പറ്റിയില്ല, ഈ രോഗിക്കത് പറ്റിയില്ല. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഞാൻ സ്വാജുക്ക, അള്ളാഹു ദീർഘായുസ്സും നൽകട്ടെ, സ്വാജുക്കന്റെ അടുത്ത് ഇങ്ങനെ വന്നു പല പ്രാവശ്യമായി. എന്ത് ചെയ്യുന്നു? ഒരാവശ്യത്തിന് വരും. ഞാൻ സ്വാജുക്കാത് ചോദിക്കുക, സ്വാജുക്ക എന്താ നിങ്ങൾ താമസിക്കുന്ന ഭൂമി കയ്യൂക്കൊന്ന് നേടിയ ഭൂമിയാണോ, ആരെങ്കിലും വഞ്ചിച്ച ഭൂമിയാണോ എന്ന് ചോദിച്ചാല് ഈ രോഗിക്ക് ഇപ്പൊ അത്ര സുഖം ഉണ്ടാവും. ഇപ്പൊ അയാൾ അല്ലെ, സ്വാഭാവികമായി ഒരാളോട് അങ്ങനെ ചോദിച്ചാൽ അയാളെ മനസ്സ് സമ്മതിക്കൂല. ഈ ചോദിച്ച ഉസ്താദിനോടൊരു വെറുപ്പായിരിക്കും. ശബ്ദമൊക്കെ അല്ലേ? അജ്മൽ മത പോലെ നമ്മളെ റേഡിയോ ശ്രോതാക്കളൊക്കെ ക്ലാസ് ഇടയിലും മുടങ്ങിക്കൊണ്ട് രാവിലെ കൊഴിഞ്ഞു പോയോ തിരിച്ചു വരും, ഉള്ളവരെ കൊണ്ട് കേൾക്കി. നമ്മൾ ചോദിച്ചപ്പോ എന്താ, ഇതിപ്പോ അയാൾ പഴി ചോദിച്ചാൽ എന്താ? പക്ഷെ ഈ രോഗി അങ്ങനെ ചിന്തിച്ചു. പല ജാതി ദിക്റും ഔദാദും ചികിത്സയും ദുആയൊക്കെ നടത്തിയിട്ടും ഈ രോഗിയുടെ ശരീരവേദന മാറുന്നില്ല. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഇത് ആരോ വേദനിപ്പിച്ച ഭൂമിയിലാണ് താമസിക്കുന്നത്. ആ വേദനിപ്പിച്ചവന്റെ വേദന മാറ്റാതെ അന്റെ ശരീരത്തിന്റെ വേദന മാറൂല. ഇതിനിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷെ ഈ രോഗിക്ക് അപ്പത് പറ്റിയില്ല. പിന്നെ ഈ രോഗി ചിന്തിക്കാൻ തുടങ്ങിയ കാരണം കുറെ കാലം മുന്നേ വക്കാനും വാർത്താനൊക്കെ ചേർത്ത് നമ്മൾ മറന്നു പോയിട്ടുണ്ടോ? ഈ രോഗി പിന്നെ ആ ഉസ്താദിന്റെ വാക്ക് വെച്ച് ചിന്തിച്ചപ്പോഴാണ് ആ രോഗിക്ക് ഓർമ്മ വന്നത്.
ആ രോഗിയായ വ്യക്തിയുടെ അയൽവാസി ഒരു വിധവയായ സഹോദരിയായിരുന്നു. ആ വിധവയായ സഹോദരിയുടെ ഭൂമിയിൽ നിന്ന് അതിരു തർക്കത്തിന്റെ പേരിൽ അല്പം ഭൂമി ഈ രോഗിയായ ഈ വ്യക്തിക്കറിയാം, ഒരിക്കലും എനിക്ക് അവകാശമില്ലാത്ത ഭൂമിയാണ് ഞാൻ വക്കാനേറ്റിട്ട് അതിലിട്ട് വളച്ചു കെട്ടിയിട്ടുള്ളത്. അത് നാട്ടിലെ കയ്യൂക്കുള്ളവനെ കൂട്ടി ആ വിധവയായ ഒറ്റപ്പെട്ട സഹോദരിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ പിലാവ് ഇന്റെ അതിരിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ മൂച്ച് എന്റെ അതിരിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ പൊതിയന്നി എന്റെ അതിരിൽപ്പെട്ടതാണ് എന്ന് വിധവയായ ആ സഹോദരിയെ ഭീഷണിപ്പെടുത്തി അങ്ങത്താക്കും ഇങ്ങത്താക്കുന്നാണ് ഞാൻ ഇതാക്കി. ഇത് ഇയാൾക്ക് ഓർമ്മ വന്ന് ആ പാവപ്പെട്ട സഹോദരിയെ പോയിട്ട് ഈ രോഗി പൊരുത്തപ്പെടിച്ച്, ഈ ശരീരത്തിന്റെ വേദനയുള്ള രോഗി പൊരുത്തപ്പെടിച്ച് അയാളെ വേദന മാറി ഉസ്താദിനോട് വന്ന് പറഞ്ഞത്രേ, എന്ത്, ഞാൻ നിങ്ങള് എന്റെ രോഗത്തിന്റെ കാരണം അവസാനമായി പറഞ്ഞ കാരണം പറഞ്ഞപ്പോ അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും, നിങ്ങളോടൊരു ദേഷ്യം അല്ലെങ്കിൽ നിങ്ങളോടൊരു കിബറ് തോന്നിയെങ്കിലും വെറുപ്പ് തോന്നിയെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് എന്റെ മുൻകാലത്തെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ച് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വിധവയായ അയൽവാസിയായ ഒരു സഹോദരിയുമായി ഒരു അതിരു തർക്കത്തിൽ വക്കാനേറ്റത് ഓർമ്മ വന്നിട്ട് എനിക്ക് അവകാശമില്ലാത്ത ഒരു അല്പം സ്ഥലം ആ വിധവയുടെ സ്ഥലത്തിൽ നിന്ന് ഞാൻ കയ്യേറ്റം ചെയ്തത്. ഞാനത് പറഞ്ഞു പൊരുത്തപ്പെടിച്ചിട്ടുണ്ട്, എന്റെ ശരീരത്തിന്റെ വേദന മാറിയത്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും അവനവനാ ശരീരത്തിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോ, ഒരു ഭൂമിയിൽ താമസിക്കുമ്പോ എങ്ങനെ കണക്കോക്കിയിട്ടും രോഗത്തിന്റെ കാരണം മനസ്സിലാകുന്നില്ല. എനിക്കറിയാം, എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, സാധേ ഞാൻ പല ഉസ്താദുമാരത്തും പോയി, ഉസ്താദിന്റെ ഞാൻ സിഹറിന്റെ പ്രശ്നമൊന്നും കാണാനില്ല, കണക്കോക്കിച്ച് ഉസ്താദും പറഞ്ഞു സിഹറിന്റെ പ്രശ്നമൊന്നും കാണാനില്ല, വളപ്പിനും കുഴപ്പം കാണാനില്ല. ഉസ്താദും പറഞ്ഞു ഉസ്താദിന് ഒരു ഭൂത്തം കിട്ടുന്നില്ല, ഉസ്താദും ഒഴിവാക്കി, ഡോക്ടർമാരും ഒഴിവാക്കി, വൈദ്യന്മാരും ഒഴിവാക്കി. ഇനി കുറച്ച് ആൾക്കാർക്ക് പരിഹാരം കിട്ടുക. അബൂറയ്യാന്റെ ക്ലാസ് KMIT കേൾക്കുന്നവർക്ക് ആ ചെങ്ങായി പറഞ്ഞതൊന്ന് ആലോചിച്ചേക്ക്. നമ്മളിപ്പോ കണക്ക് കുറെ നോക്കി, ഡോക്ടർമാരുടെ അടുത്ത് പലയിടത്തും പോയി. ഇനി ആ ചെങ്ങായിയുടെ ചികിത്സയിലേക്കൊന്ന് മടങ്ങുക എന്ന് തീരുമാനിച്ചാലേ 4 ആൾക്കാർക്കെങ്കിലും ഭേദം കിട്ടും. അള്ളാഹു തൗഫീഖ് എന്ന് നൽകട്ടെ. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. നമ്മൾ എന്നും വിട്ടുമാറാത്ത രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, പടച്ചോനെ ഞാൻ കഥ നടത്തുമ്പോ ഇന്റെ കഥയില് 5 ബംഗാളികൾ ഉണ്ടായിരുന്നു. ആ ബംഗാളികളൊക്കെ 4 മാസം 5 മാസം ജോലി ചെയ്തിട്ട് ഒരു നാട്ടിൽ പോകുമ്പോ പല ബംഗാളികൾക്കും ഞാൻ 1 മാസത്തെ ശമ്പളം പിടിച്ചു വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ ആ ബംഗാളി പോകുമ്പോ പറഞ്ഞിന്, കാക്ക മുതലാളി ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ശമ്പളക്ക് നഷ്ടപ്പെടൂലേ, ഇത് തിരിച്ചു വേണം, വന്നില്ലെങ്കിൽ എന്റെ കാര്യം തരൂല. ഓനെ ഭീഷണി വായിക്കി. എന്ത് ഭീഷണി വായിക്കാൻ എന്തവകാശമുള്ളത്? ഓൻ തിരിച്ചു വരട്ടെ വരാതിരിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ചിലപ്പം ഈ വോയിസ് ഉണ്ടല്ലോ, ഈ വോയിസ് ഫുള്ള് കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായാല് ഒരു ചെറിയ മാറ്റം വരും. ഓരോരുത്തരും ചിന്തിക്കുക, ആ ചെങ്ങായി അബൂറയ്യാൻ പറഞ്ഞത് വളരെ കാര്യമാണ്. ഞാൻ അങ്ങനെ പല ബംഗാളികളും ഒപ്പിച്ചിട്ടുണ്ട്. ആ ബംഗാളി തിരിച്ചു വരട്ടെ വരാതിരിക്കട്ടെ, ഓൻ ജോലി ചെയ്ത ശമ്പളം നമ്മൾ കൊടുക്കണ്ടേ? അത് നമ്മളെ അവകാശമല്ലേ? എന്റെ കഥയിൽ ഒരു ബംഗാളി ജോലി ചെയ്തിരിക്കണ്, ഓന് പോരാ തിരിച്ചു വരട്ടെ വരാതിരിക്കട്ടെ, അവന്റെ ശമ്പളം തീർത്തു കൊടുക്കാന്നുള്ളത് അവൻ ജോലി ചെയ്ത കാശ് കൊടുക്കാൻ എന്റെ ബാധ്യതല്ലേ? ഈ ബംഗാളി 2 മാസം 3 മാസം ജോലി ചെയ്തിട്ട് ഓനെ പൊളിച്ചിട്ട് ഹോട്ടലിൽ ഉന്തി പുറത്തയക്കുക.
ഇതൊക്കെ നമ്മുടെ കേരളത്തൊക്കെ അനുഭവങ്ങളാ. ഗൾഫിലുണ്ടോ എനിക്ക് അറിയില്ല, ഞാൻ ഗൾഫിൽ അധികം ജീവിച്ചിട്ടില്ലല്ലോ. കേരളത്തിലൊക്കെ അനുഭവ. ജോലി ചെയ്ത ബംഗാളികളെ ഒരു ചില്ലറ വിഷയത്തിന് വേണ്ടി പാവത്തെ അടിച്ചത് പുറത്താക്കുക. ഇതിപ്പോ ഹോട്ടലാക്കുക. ആ പാവത്തിന്റെ മനസ്സ്, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അവരെ മുസ്ലിം ആയാലും ശരി അമുസ്ലിം ആയാലും ശരി, ആ പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഓന്റെ ശമ്പളം കൊടുക്കാട്ടെ കാശ് കൊണ്ട് ഭൂമി വാങ്ങുമ്പോ, പെര വാങ്ങുമ്പോ, പിന്നെ നമ്മളിങ്ങനെ താമസിക്കുമ്പോ ഞമ്മക്ക് അവരെ വേദന, ഭാര്യന്റെ അവരെ വേദന, മക്കൾക്ക് വേദന, എല്ലാവരുടെ വേദനക്കും കാരണം ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലട്ടോ. 100% ഉറപ്പുള്ള ഭൂമിയിൽ, ഹലാലായ ഭൂമിയിൽ താമസിക്കുന്നവർക്കും ശരീരത്തിന് വേദന ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്റെ വേദനയ്ക്ക് കാരണം ഇതാണോന്നും ഒന്ന് ചിന്തിക്കുക. ഡോക്ടർമാരെടുത്ത് പോയി, കാരണം മനസ്സിലാവില്ല. കണക്കന്മാരെടുത്ത് പോയി, അവധിയും തെളിയുന്നില്ല. നമുക്ക് ഇതൊന്ന് ചിന്തിക്കാൻ. മൂന്നാമത്, ഞാൻ ഏക്കെങ്കിലും അവകാശമില്ലാത്തവരെ കാശേറ്റ് ഭൂമി വാങ്ങിയിട്ടുണ്ടോ? അവകാശമില്ലാത്ത ഭൂമി ഞാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ? അവകാശമില്ലാത്ത കാശ് കൊണ്ട് ഞാൻ വീട് കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് മൂന്നാമത് ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ല, ഞാൻ ഒരാളും വഞ്ചിച്ചിട്ടില്ല, ഞാൻ ഒരാളും വേദനിപ്പിച്ചിട്ടില്ല. എന്റെ സ്വത്തിന്റെ കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം. അള്ളാഹു തന്ന പരീക്ഷണം നമുക്ക് ഇന്ന 4 ഞാൻ അങ്ങനെ ചിന്തിക്കാം. ഞാൻ എന്തില്ല, ഞാൻ അള്ളാഹു തആല കാരണം രോഗം തന്ന മുഅ്മിനീങ്ങളെ പരീക്ഷിക്കല്ലോ, അതിനെ കണ്ടു വെക്കാൻ നമുക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി അവസാനമായി നിങ്ങളോട് പറയുന്നത്, ഞമ്മക്കിഞ്ഞ് അപ്പോഴപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്താ ചിന്തിക്കുന്നത്? ഇല്ല ഉസ്താദെ, ഞാൻ അങ്ങനെ വരാനും വഞ്ചിച്ചു. ഞാനൊരു മസാല സൂചിപ്പിക്കാം. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലേക്കും പറയാം. നിങ്ങൾ നോക്കി, ഒരു മസാല തിരിയാനാട്ടോ. അവകാശമില്ലാത്തത് തിരിയാൻ, നമുക്ക് അവകാശമില്ലാത്തത് തിരിയാൻ ഞാനൊന്ന് സൂചിപ്പിക്കാൻ. ഇപ്പൊ ഒരാൾ മരിച്ചു, അയാൾ മരിച്ചാൽ അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്യണം. പുരുഷനാണെങ്കിൽ വിഷയമായല്ലോ. ഇനിയിപ്പോ ചില ഉസ്താദന്മാർ പറയും, അയാളിപ്പോ ഭൂമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ മയ്യത്ത് പരിഭാഗത്തിലേക്കാണ് പോകുന്നത്, ഞാൻ പോവുകയാണ്, നിങ്ങളുടെ ക്ലാസ് ആക്കാതെ ആളും ഇറങ്ങിപ്പോണ്ട. ഇത് നിങ്ങൾക്ക് തിരിയാൻ ഞാനൊരു മസാല പറയാൻ. എന്താ പറയാ, അയാൾ മരിച്ചിട്ട് അയാളെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. ഇതൊക്കെ ഇപ്പൊ ഈ മരിച്ച വ്യക്തിയുടെ സ്വത്തിൽ നിന്നാണല്ലോ എടുക്കേണ്ടത്. ചിലവരൊക്കെ ഫ്രീ ആയിട്ടൊക്കെയും ദാനധർമ്മക്കായിട്ട് കൊടുക്കും. സാധാരണ ഇപ്പം മരിച്ച വ്യക്തിയുടെ സ്വത്തിൽ നിന്നാണല്ലോ അതിന്റെ ചെലവൊക്കെ. ഭാര്യയാണെങ്കിൽ ഭർത്താവ് അടക്കം മക്കളെ വേറെ. സാധാരണ ഈ വിഷയത്തിന്റെ ഗൗരവം തിരിയാനും ഞാനൊരു ഉദാഹരണം പറയാം. ഇതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മുഴത്തമതും കവാഹത്തും ഒന്നുമല്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അയാൾ മരിച്ചു, അയാൾ പുരുഷനാണെങ്കിൽ 3 വസ്ത്രമാണ്, 3 കഫൻ തുണിയാണ്. പുരുഷനാണെങ്കിൽ അയാൾക്ക് നിർബന്ധമായതും അഫ്ളലായതും. ചിലപ്പം ഒരു വസ്ത്രം വരുന്ന കോലങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ് കേൾക്കുന്ന ഉസ്താദുമാര്, ഞാനിപ്പോ കഫൻ തുണിയുടെ 1 നിർബന്ധം, 3 അതൊന്നുമല്ല ഇപ്പൊ ചർച്ച. ഇപ്പൊ പൊതുവിൽ 3 വസ്ത്രമാണല്ലോ, അഫ്ളല് 3 വസ്ത്രമാണ്. ആ 3 വസ്ത്രം നിർബന്ധമാകുന്ന രൂപമുണ്ട്, ഒരു വസ്ത്രം നിർബന്ധമാകുന്ന രൂപമൊക്കെ ഉണ്ട്. ഒരു വസ്ത്രത്തിനേക്കാൾ കൂടുതൽ കഫൻ ചെയ്യാൻ പറ്റാത്ത രൂപങ്ങളൊക്കെ കഫൻ തുണിയുടെ മസ്തലയിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 3 അഫ്ളല്, 4 സുന്നത്തിനെതിരാണ്. അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, 4 സുന്നത്തിനെതിരാണ്. 4 വസ്ത്ര ഉദാഹരണം പറയാം. ഒരു നീളം കുപ്പായം പാടോ ഈ മയ്യത്തിന് കഫൻ ചെയ്യുമ്പോ കൊടുക്കാം. പുരുഷനായ മയ്യത്തിന് 3 കഫൻ തുണി. ഇനി ഒരു നീളം കുപ്പായം, ഒരു നീളം കുപ്പായം പാടത്ത് കൊടുക്കാം. 4 വസ്ത്രം നല്ലൊരു മൊയിലേരെ. അപ്പൊ മൊയിലേമാരൊക്കെ സാധാരണ ജീവിതകാലത്ത് നീളം കുപ്പായതുമല്ലോ അല്ലേ? ഇല്ലേ? അജ്മല ഞങ്ങളൊക്കെ നാട്ടിൽ നല്ല കാര്യപ്പെട്ട ഉസ്താദന്മാരൊക്കെ ആവുമ്പോ നീളം കുപ്പായതും. അപ്പൊ ഈ അവകാശികൾ ചിന്തിച്ചു, എന്താ ചിന്തിച്ചത് എന്നാല്, എന്നാ നമ്മളെപ്പോഴും മൊയിലേരല്ലോ ഒരു നീളം കുപ്പായം പാടത്തോക്കാം. ഇപ്പാന്റെ ജീവിതകാലത്ത് ഇപ്പൊ നീളം കുപ്പായം ധരിച്ചിട്ട് നടന്നീന്, ഇപ്പാക്കൊരു നീളം കുപ്പായത്തൊരുക്കാം. അവിടെ ഇപ്പൊ മക്കൾ എന്താ വരിക, അത് സുന്നത്തിനെതിരാണ്, കറാഹത്തില്ല. 4 അല്ലെങ്കിൽ 5 വസ്ത്രം അധികമാക്കല് സുന്നത്തിനെതിരാണ്, കറാഹത്തില്ല.
ആറാമത്തെ വസ്ത്രം അധികമാക്കൽ കറാഹത്താകും. പക്ഷെ ഇനി ഇത് ഹറാമാകുന്ന ഒരു രൂപം എന്തിനാ ഞാൻ പറഞ്ഞത്? നാലാമത്തെ 3 കഫൻ തുണി അഫ്ളലായ പുരുഷന് നാലാമത്തെ വസ്ത്രം അധികമാക്കൽ സുന്നത്തിനെതിരാണ്. അതല്ലെങ്കിൽ എന്താണ്, നല്ലതല്ല, അഫ്ളലിനെതിരാണ് എന്ന് വരുന്നത് എപ്പോഴാണെന്നാലും ഈ മയ്യത്തിന്റെ അവകാശികളുടെ കൂട്ടത്തില് എന്ത് ചെറിയ പ്രായപൂർത്തി എത്താത്ത മക്കള് ഉണ്ടാവാതിരിക്കുമ്പോഴാ. നേരെ മരിച്ച് ഒരാൾ മരിച്ചു, അയാളെ സ്വത്തിന്റെ അവകാശത്തില് പ്രായപൂർത്തി എത്താത്തൊരു കുട്ടി ഉണ്ട് നോക്കുക. വാപ്പ മരിച്ചു നോക്കുമ്പോ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി ഉണ്ട്. പക്ഷെ ഈ മരിച്ച വ്യക്തിയുടെ സ്വത്തിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് കഫൻ ചെയ്യുന്നത് എങ്കിൽ ഈ നാലാമത്തെ നീളം കുപ്പായം കഫൻ തുണിയിൽ ഉപയോഗിക്കൽ ഹറാമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അത് മനസ്സിലായില്ല. എന്റെ ഇത് കണക്കേറ്റ് തെളിയില്ല. ഞാൻ ആലോചിച്ച് നോക്കി. കാരണം ഈ നാലാമത്തെ കുപ്പായം അധികമാക്കണമെങ്കിൽ അവകാശികളുടെ എല്ലാവരുടെ സമ്മതം വേണം. അവകാശികളുടെ എല്ലാവരുടെ സമ്മതം വേണം. ഇവിടെ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി സമ്മതം കൊടുത്താൽ സഹിയാവൂല. ആ കുട്ടിനോട് ചോദിച്ചു, നമ്മളെ വാപ്പാനെ കഫൻ ചെയ്യുമ്പോ വാപ്പാന്റെ സ്വത്തിൽ നിന്ന് ഒരു കഫൻ തുണിക്കുമ്പോൾ അധികമല്ലേ പൈസ എടുക്കല്ലേ? കുട്ടിക്ക് ഇപ്പൊ ഇതിനും പറ്റുന്നതല്ല. കുട്ടി ആണ് പറഞ്ഞതൊന്നും സമ്മതാവൂലല്ലോ. പ്രായപൂർത്തി എത്താത്ത അവകാശികൾ ഉണ്ടാവുമ്പോ ഈ കുട്ടിയുടെ സമ്മതം പരിഗണിക്കൂല. അപ്പൊ എന്താവാ നാലാമത്തെ കുപ്പായത? ഈ കുട്ടിയുടെ സ്വത്തിൽ നിന്ന് നാലാമത്തെ കുപ്പായത്തിന് ചെലവ് വരാൻ പാടില്ല. നിങ്ങൾക്ക് തിരിഞ്ഞോലെപ്പോഴും എസ്തടിക്കും. ഈ നാലാമത്തെ നീളം കുപ്പായം അധികമാക്കുമ്പോ ഈ പ്രായപൂർത്തി എത്താത്ത കുട്ടിയുടെ ചെലവിൽ നിന്ന് ഈ നീളം കുപ്പായത്തിന്റെ ചെലവിൽ പെടാൻ പാടില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കി. അജ്മലെ ഇത് കണക്കേറ്റ് തിരിയോ? ഫിഖ് തിരിയുമ്പോഴാണ് എനിക്ക് അവകാശമില്ലാത്ത ഭൂമി ഞാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുക. കാരണം വാപ്പാന്റെ ഭൂമി ഓരിയെക്കുമ്പോ ഹജ്ജിന്റെ മസലകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പെങ്ങന്മാരെ പണ്ടം വാപ്പ നിശ്ചയത്തിൽ പറഞ്ഞൊരു കൊടുക്കാത്തതിന്റെ വക്കാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു കുപ്പായം സ്വന്തം അവനാൻ ചിന്തിച്ചുണ്ടാക്കിയ മുതലിൽ നിന്ന് മരിച്ചതിനു ശേഷം ഒരു നീളം കുപ്പായം അധികമാക്കുമ്പോ പ്രായപൂർത്തി എത്താത്ത അവകാശികൾ ഉണ്ടെങ്കിൽ ആ അവകാശിയുടെ സമ്മതം ഇല്ലാതെ ഈ ചെരിക്കത്തിൽ നിന്ന് നീളം കുപ്പായത്തിന്റെ കാശ് എടുക്കാൻ പാടില്ല. അപ്പൊ നോക്കിങ്ങള്, അവകാശം നമുക്കെന്ത് തിരിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി തിരിയാത്തോലുണ്ടെങ്കിൽ ക്ലാസ് കേൾക്ക. ഏതെങ്കിലും സാധാരണക്കാർ ഇഷ്കാലായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഒന്നും കൂടി വിശദീകരിക്കാം. ഇങ്ങനെ ഇത് വിശദീകരിച്ച് ഫിഖിന്റെ മസാല അങ്ങനത്തെ വിശദീകരിക്കുമ്പോഴാണ് റബ്ബേ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അവകാശമില്ലാത്ത ഭൂമിയിലാണ് ഞാൻ ഈ താമസിക്കുന്നത്, എനിക്ക് അവകാശമില്ലാത്ത ഭൂമിയില പൈസ കൊണ്ടാണ് ഞാൻ ഭൂമി വാങ്ങിയിട്ടുള്ളത്, ഇതന്നെയാണ് എന്റെ രോഗം മാറാത്തത്, ഇതന്നെയാണ് ഈ വേദനയും വെസ്തും മാറാത്തത്, എനിക്ക് അവകാശമില്ലാത്തത് കയ്യൂക്ക് കൊണ്ട് ഞാൻ നേടിയെടുത്തപ്പോ അത് ഹോസ്പിറ്റലിലൂടെ മറ്റേതെങ്കിലും നിലയ്ക്ക് എന്നെ കൊണ്ട് ചെലവാക്കിപ്പിക്കാണ്. അതുകൊണ്ടാ ഞാൻ കണക്ക് കൊണ്ട് തെളിയാത്ത ചില രോഗങ്ങൾ അത് നമ്മൾ ഫിഖ് തിരിയുമ്പോ നമുക്ക് അന്യന്റെ ഭൂമി നമ്മുടെ കൈവശമുണ്ട്, അന്യന്റെ സമ്പത്ത് നമ്മുടെ കൈവശമുണ്ട്, മറ്റൊരുത്തനെ വേദനിപ്പിച്ച ഭൂമി, മറ്റൊരുത്തനെ വേദനിപ്പിച്ച കാശ് കൊണ്ട് വാങ്ങിയ ഭൂമി, അതുകൊണ്ട് പല രോഗങ്ങൾക്കും പരിഹാരം പലപ്പോഴും അത്തരം സ്വത്തിന്റെ അവകാശികളെ കൊണ്ട് പൊരുത്തപ്പെടിക്കലാകും. അള്ളാഹു നമുക്ക് കണക്ക് കൊണ്ട് തെളിയാത്ത രോഗങ്ങള്, ഭൗതിക മാർഗത്തിലൂടെ തെളിയാത്ത രോഗങ്ങള്, ഇങ്ങനത്തെ ആത്മീയ ചിന്തയിലൂടെ ഫിഖിന്റെ മസാല പതിച്ചിട്ട് നമുക്കൊന്ന് രോഗത്തിന്റെ കാരണങ്ങൾ വ്യക്തമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്
ഇന്നത്തെ ക്ലാസ് കേട്ടവര് ഇൻഷാ അല്ലാഹ് നെറ്റിനൊന്നും തകരാറില്ലെങ്കിൽ 4 കേൾക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്ന് ഞാൻ സൂചിപ്പിക്കും, ഒരു മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നീളം കുപ്പായത്തിൽ ഇട്ടിട്ടാ. നിങ്ങൾ ആലോചിച്ച് നല്ല നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഒന്നും കൂടി. ഇപ്പൊ ഞാൻ മരിച്ചു, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സാറേ ഉസ്താദ് നല്ല ആഫിയത്തും ആയുസ്സും വേണം, എന്നാ തന്നെ ഇതൊക്കെ തിരിയുള്ളൂ. ഞാനൊരു സുഹൃത്താണ്, ഞാനൊക്കെ ഒരുപാട് കാലമായി വയലും പ്രസംഗവും കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇങ്ങനെ ചില ക്ലാസ് കേൾക്കുമ്പോഴാണ് കൽബിക്കാൻ കേഴുന്നത്. സമ്പത്തിന്റെ ചില ഹജ്ജിന്റെ ഒക്കെ മസലാണ്. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ നൽകട്ടെ. ഞാൻ മരിച്ചാലേ ഇന്നെ കുളിപ്പിക്കൽ സുന്നത്ത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ സുന്നത്ത് നീളം കുപ്പായത്തിൽ കിട്ടാം. ഒരു നീളം കുപ്പായത്തിൽ കിട്ടാണ് എന്നെ കുളിപ്പിക്കേണ്ടത്, വെള്ളം ചേരുന്ന രൂപത്തിലുള്ള നീളം കുപ്പായം. പക്ഷെ ആ നീളം കുപ്പായം എന്റെ ശരിക്കത്തിൽപ്പെട്ടത്, ഞാൻ മരിച്ചതിന്റെ ശേഷമുള്ള എന്റെ സ്വത്തിൽപ്പെട്ട നീളം കുപ്പായാണ്. അപ്പൊ നോക്കുമ്പോ എന്നെ മയ്യത്തായ എന്നെ ഈ നീളം കുപ്പായത്തിലിട്ടു. പക്ഷെ കുളിപ്പിക്കുന്നവരുടെ കൈ അത് കേറുന്നില്ല. കുളിപ്പിക്കണമെങ്കിൽ നീളം കുപ്പായത്തിന്റെ ഉള്ളിലേക്ക് കൈ കേറണ്ടേ? കാരണം അതിന് കുറച്ച് ഫിറ്റാണ്. നിങ്ങൾ കൂട്ടിക്കോലും. കൈ കേറണമെങ്കിൽ എന്ത് വേണം രാജുക്ക? കൈ കേറണമെങ്കിൽ നീളം കുപ്പായം ഒന്ന് കീറണം. പക്ഷെ ഈ നീളം കുപ്പായം കീറുമ്പോ ഇത് എന്റെ കാലശേഷം എന്റെ അവകാശികളെ മുതലല്ലേ? നോക്കുമ്പോ എന്റെ വയ്യാമോന് ഇപ്പൊ 8 വയസ്സായിട്ടുള്ളൂ, പ്രായപൂർത്തി ആയിട്ടില്ല. ഈ നീളം കുളിപ്പിക്കുന്നവരുടെ കൈ ഉള്ളിലേക്ക് കയറാൻ ഈ നീളം കുപ്പായം മയ്യത്തിന്റെ സ്വത്തിൽപ്പെട്ട നീളം കുപ്പായം അല്പം കീറണമെങ്കിൽ ഈ പ്രായപൂർത്തിയാവാത്ത വയ്യാമോന്റെ സമ്മതം വേണോ വേണ്ടേന്ന് ഫുഖഹാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കി. കാരണം ഈ നീളം കുപ്പായത്തിൽ ആർക്കും അവകാശമുണ്ട്, മനസ്സിലാവുണ്ടോ? ഈ നീളം കുപ്പായത്തിൽ ആർക്കും അവകാശമുണ്ട്. ഇന്റെ വയ്യാമോന് അവകാശമുണ്ട്. എന്നാ വാപ്പാനെ കുളിപ്പിക്കാതെ സൗകര്യത്തിന് നീളം കുപ്പായങ്ങൾ കീറിക്കോലി എന്നിന്റെ വയ്യാമോന് പറഞ്ഞെങ്കിൽ സമ്മതം കൊടുക്കാതെ പ്രായമായിട്ടില്ല. ഓന്റെ സമ്മതമില്ലാതെ നീളം കുപ്പായം കീറിയാൽ നീളം കുപ്പായത്തിന്റെ വില ചുരുങ്ങും. കാരണം നീളം കുപ്പായം കീറി അതിന്റെ വില ചുരുങ്ങുമ്പോ ഈ അവകാശികളുടെ സ്വത്ത് കുറയാണ്. നിങ്ങൾ നോക്കി അനന്തര സ്വത്തിന്റെ ഒരു ഗൗരവം നോക്കിയത്. എന്നിട്ടപ്പൊ നമ്മളെ നാട്ടിൽ കുറെ ആൾക്കാർ വാപ്പാണ്ട് മരിച്ചാല് ഇമ്മിൻ ചെറിയ മോനും തേങ്ങാക്കൊലത്തിങ്ങാണ്ട് വെളിച്ച ഈ മയ്യത്തിനെ കുളിപ്പിക്കാല മയ്യത്തിന്റെ സ്വത്തിൽപ്പെട്ട നീളം കുപ്പായം കുളിപ്പിക്കുന്നവരെ കൈ കീറണമെങ്കിൽ അവകാശികളിൽപ്പെട്ട എല്ലാരും സമ്മതം വേണോ വേണ്ടേന്ന് ഫുഖഹാക്കൾ ചർച്ച ചെയ്യുമ്പോ വാപ്പ മരിച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും സ്വത്ത് വരിയക്കാരെ മൂത്ത ആങ്ങളെ വന്നിട്ട് മുറിച്ച് വിൽക്കുക. ഉമ്മ തേങ്ങത്തെങ്ങാണ്ട് പയമ്പടി ഉണ്ടാക്കി തിന്നുക, പെങ്ങന്മാര് കണ്ണീര് കുടിക്കുക. വാപ്പാന്റെ സ്വത്ത് ഒരാൾ മുറിച്ച് വിൽക്കണ്, മറ്റോ തേങ്ങാക്കോലത്ത് വെളിച്ചെണ്ണ ആട്ടണ്. മന്ദേ കേഴുമല്ലേ പൈസ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ കുറച്ചാൾക്കാരൊക്കെ മന്ദേ കേഴും. ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഓടുന്നില്ല, ഓരത്തെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി നാളെ ഈ അത് സമ്മതം വേണോ വേണ്ടേന്ന് ഫുഖഹാക്കൾ ചർച്ച കിട്ടോ. ഇനി ക്ലാസ് കേൾക്കുന്ന ഏതെങ്കിലും ഉസ്താദുമാര് സമ്മതം വേണം, നീളം കുപ്പായത്തിന്റെ ഇത് കീഴാണ്, ഈ വാരിസീങ്ങളെ സമ്മതം വേണോ വേണ്ടേ, ഏതാണ് മുഴത്തമ്മത്, ഏതാണ് രണ്ടാം ഗൗരി, അതൊന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത്രത്തോളം ഫുഖഹാക്കളും മസ്അല ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്, സ്വത്തിന്റെ മസ്അല ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. ഇത് തിരിയുമ്പോഴാണ് നമ്മുടെ രോഗത്തിന്റെ കാരണം മനസ്സിലാവുക. എല്ലാ രോഗത്തിന്റെ കാരണം കണക്കേറ്റ് തെളിയിലാണ്. കണക്കേറ്റ് നമ്മൾ എന്തൊന്നും ചിന്തിക്കുന്നില്ല അല്ലേ? നമ്മൾ ഈ വകുപ്പൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളൊരു കണക്കന്മാരെ പിന്നാലെ പായ. ഓൻ പറഞ്ഞു അവിടെ സിഹറുണ്ട്, ഇവിടെ ഒടിയുണ്ട്, അവിടെ ബ്രഹ്മരക്ഷസ് ഉണ്ട്, അത് കുറെ അവനൊക്കെ ഉണ്ടോ ഇല്ലേന്നൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. വെറും അതിന്റെ പിന്നാലെ പോയിട്ട് കാശ് ഇങ്ങനെ ചെലവാക്കണ്ട.
കുറച്ചൊക്കെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലും ചിന്തിച്ചാലും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനിത് സാഹിത്യമല്ല, ഇതിന്റെ നാടൻ ശൈലിയിൽ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ചില ദുസ്വഭാവമുള്ള ആൾക്കാരുടെ ചില സ്വഭാവ രൂപത്തിൽ ഞാൻ എന്റെ ശൈലി ഉപയോഗിച്ചതിൽ ആർക്കെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ബാക്കി ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ഈ നീളം കുപ്പായത്തിന്റെ ഒക്കെ മസാല ഒന്നും കൂടി നമുക്ക് വിശദീകരിക്കുമ്പോൾ ഓരോരുത്തർക്കും ബോധ്യപ്പെടും, റബ്ബേ ഞാൻ സമ്പാദിക്കുന്ന 10 പൈസ അല്ലെങ്കിൽ എനിക്ക് അവകാശമായി കിട്ടുന്ന 1 ഇഞ്ച് സ്ഥലം അത് നല്ലോണം ആലോചിക്കണം. വെറുതെ കയ്യൂക്കും ഭർത്താനും പറഞ്ഞ് മറ്റോർക്ക് അവകാശപ്പെട്ട ഭൂമി വാങ്ങി പെര കയറ്റിയാല് വലിയ സുഖം ആ പെരയിൽ പാർക്കാണ്ടാവൂല. വെറുതെ കഞ്ഞിമൂല, മറ്റേ മൂല, ഈ മൂല, ബ്രഹ്മസൂത്രം കർണസൂത്രം പറഞ്ഞ് അമ്മ കാലം കഴിച്ചണ്ട. കുറച്ചൊക്കെ തന്നെ ചിന്തിച്ചാല് അള്ളാഹു ചിന്തിക്കാതെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലിദിലേക്ക് പ്രവേശിക്കാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എല്ലാരോടും പറയാം, ഇതുവരെ പറയാതിരിക്കാൻ കാരണം അതൊരു വിഷമമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അൻവരി ഉസ്താദ്. നമുക്കറിയാം നമ്മുടെ KMIC ചീഫ് അമീറാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. മറ്റു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ മുൻപുള്ള ക്ലാസ്സുകളെല്ലാം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.